ഹലോ നമസ്കാരം, ദാസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള താണിശ്ശേരിയാണ് എത്തിയിരിക്കുന്നത്. അതായത് ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമുക്ക് പോകാം. അതുപോലെ തന്നെ കുറച്ച് നാളെ നമ്മുടെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകി, കാരണം ജോലിയുടെ തിരക്ക് മൂലം നമുക്കത് ഇടാൻ സാധിച്ചില്ല. എന്നിരുന്നാലും നമ്മൾ തുടർന്ന് വീഡിയോകളൊക്കെ ഇനി അടുത്ത് ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ആ സുഹൃത്തിനെ പരിചയപ്പെടാം. അദ്ദേഹം ഉണ്ടാക്കിയ ആ കരകൗശല വസ്തുക്കൾ നമുക്ക് എന്താണെന്ന് നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുജിൽ. പേര് സുജിൽ. ശരി. കൊണ്ട് കുറച്ച് വർക്ക് ഉണ്ടാക്കിയാണ് സമയം കിട്ടുമ്പോൾ കുറച്ച് ഉണ്ടാക്കി വെക്കും. അത് ശരി. അപ്പോൾ അതൊക്കെ ആണല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് സാമ്പിളുകളുള്ളൂ. ആവശ്യക്കാര് ഓർഡർ തരുന്നതനുസരിച്ച് ഇതുപോലെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് ഉണ്ടാക്കി അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇതില് കുറെ ആൾക്കാർക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി, കുറെ എക്സിബിഷൻ ആയിട്ട് കുറെ പേര് കൊണ്ടുപോയി. ഇതൊരു ഈത്തപ്പനയാണ്. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് മാളിലൊക്കെ കാണാം, നമ്മുടെ സ്റ്റെയർ കേസിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ കാണാം. അത് കണ്ടിട്ട് പറഞ്ഞ ഉണ്ടാക്കിയതാണ്. ഫുള്ള് ചിരട്ട തന്നെ. തടിയും നമ്മൾ ചിരട്ടയുടെ കൊച്ചു പീസുകള് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് ഒട്ടിച്ച് എല്ലാം. ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കണേ? ഈ മെഷീനിൽ കുറച്ച് കട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഇലകളൊക്കെ കുറച്ച് മെഷീനിൽ കട്ട് ചെയ്യും. പിന്നെ ഹാൻഡ് വർക്കാണ്. ഒരു ചിരട്ട കിട്ടി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാ? അതിനെന്താ ചെയ്യാൻ പറ്റും? സാൻഡ് പേപ്പർ ഉറച്ച് നമ്മുടെ മനസ്സിൽ കണ്ട ഷേപ്പ് അതില് നോക്കും, കുറച്ച് സ്കെച്ചൊക്കെ വെച്ച് വരയ്ക്കും. പിന്നെ അത് കട്ട് ചെയ്ത്. ഇതിപ്പോ ജോലിയുണ്ടോ? ഞാൻ ഇവിടെ ഈ കല്ലറ്റിങ്ങര പൈലറ്റ് സ്മിത്ത് അതിലെ കൊടകര ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. കൊടകര എന്തായിട്ടാണ് മെഷീനിസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ 10 വർഷമായി. ശരി. അപ്പൊ ഏകദേശം നമുക്ക് ഏറെക്കുറെ ഈ ഫീൽഡിൽ കുറച്ച് ബന്ധമുണ്ട്. ഞാനൊരു ഡേ മേക്കറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അതിന്റെ ഒരു പ്രോഗ്രസ് ഇതിലും കാണുന്നുണ്ട്. ഇപ്പൊ ഒരു മീനെ പിടിച്ച് ഒരു പാറപ്പുറത്തിരിക്കുന്നതാണ് ആലോചിച്ച് അതിന്റെ സിറ്റുവേഷൻ. എത്ര ഭംഗിയായിട്ടാണ് നോക്കിയേ. അതായത് ഒരു കാല് നമ്മള് പാടത്ത് കൂടെ പോകുമ്പോ കാണുന്ന ഒരു സംഭവം, കാല് കുത്തിയിരിക്കണം ഇങ്ങനെ ആലോചിച്ചിട്ട്. പാടത്ത് ഒരു വരമ്പത്ത് ഇതൊരു അല്ലെങ്കിൽ ഒരു കുളത്തിന്റെ മണ്ടയിലൊക്കെ മീനിനെ പിടിച്ചിരിക്കുന്നത് സിറ്റുവേഷൻ. ഇത് അടിച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ ടച്ച് വുഡ് ആണ് അടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും ഇട്ട് വയ്ക്കാം. വീട്ടിൽ ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഷോക്കേസിൽ വെക്കാം. ഗിഫ്റ്റ് ഇപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റിൽ ചോക്ലേറ്റ് മിഠായി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോയിൻ ഇട്ട് കൊടുക്കാം. കത്തോ സ്വീകരണ മുറിയിലോ എവിടെ വേണമെങ്കിലും ഞാത്തിടാം. ഇതിനകത്ത് LED ബൾബ് വെച്ച് കത്തിക്കാം. നമുക്ക് ഊരിയെടുത്ത് ഇതിലേക്ക് അതിന്റെ ലോക്കിൽ വന്നത് വീഴും. ഇതാകെ എടുത്തോട്ടെ ചേട്ടാ. ലാമ്പ് അല്ലേ? മെഴുകുതിരി കത്തിച്ച് ഏതൊരു രൂപത്തിലേക്കും അല്ലേ? ഇതും ഒരു ബെഡ് ലാമ്പാണ്. ഹീറോ ബൾബ് അല്ലെങ്കിൽ സാധാ ബൾബ് ഇത് ചൂടായി പൊട്ടും. അപ്പൊ ഇത് നമുക്ക് LED ബൾബ് അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചൂടാവില്ലേ. സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും അവര്. ഏതാ പേര് വേണ്ടെന്ന് വെച്ചാൽ സ്റ്റിക്കർ വർക്ക് ചെയ്ത് കൊടുക്കും. സ്റ്റിക്കർ വർക്ക് അതിന് വലിപ്പത്തിനനുസരിച്ച് അതിനുള്ള സ്റ്റിക്കർ വർക്കുകൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ കീ ചെയിൻ അടിപൊളി. ഷോക്കായിട്ടും അല്ലാണ്ട് ഉപയോഗിക്കും. വീടുകളിൽ ഇതുപോലെ തന്നെ. അപ്പൊ നമുക്ക് ബൈക്കിനോ കാറിനൊക്കെ ഇടാനായിട്ട് പെൻഗിൻ നിൽക്കുന്നതാണ്. ചെറിയൊരു വാല് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ആ സെയിം ഇതന്നെയാണ്. ഈ രൂപം തന്നെ കാണല്ലേ? പെൻഗിന്റെ അത് കാണല്ലേ? ഇതൊക്കെ എപ്പോ ചെയ്യാൻ സമയം കിട്ടും? വൈകുന്നേരങ്ങളില് രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട്, അല്ലെങ്കിൽ സൺഡേ ഒഴിവുള്ള ദിവസങ്ങളില്. ഇതിപ്പോ ഒരു ഷാർക്ക് അല്ലേ? അതെ. ഇതിപ്പോ നമ്മളൊരു ഫിഷ് ടാങ്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് മീൻ ഇരിക്കുന്ന ഒറിജിനാലിറ്റി തോന്നും. സിനിമയില്ലേ, ഇംഗ്ലീഷ് ഫിലിം, അതിൽ കാണുന്ന ഒരു പ്രതീതി ഉണ്ട് ഇങ്ങനെ വന്നിട്ടല്ലേ? ഇത് ഇങ്ങനെ ഷേപ്പിലുള്ള ചിരട്ട എങ്ങനെ കിട്ടി? രണ്ട് ചിരട്ട അത് അല്ല, ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടണത്. രണ്ട് പീസാണ് അല്ലേ? രസമുണ്ട്. ഇതെന്താ സുജില? ഇതിപ്പോ നമ്മള് ഷോപ്പുകളിലൊക്കെ ലൈറ്റ്, അതേപോലെ ഒരു ലൈറ്റാണ്. നമ്മൾ ക്രിസ്മസിനും അല്ലെങ്കിൽ ഷോപ്പുകളിൽ, കടകളിൽ, വീടുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ധാരാളമായിട്ട് ഷോപ്പുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. മാളുകളിലൊക്കെ ഇത് ഇഷ്ടംപോലെ കണ്ടുവരുന്നുണ്ട്. ഇത് പല ഡിസൈനുകളും ഈ ചിരട്ടയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്റ്റാറാണ് ചെയ്തിട്ടുള്ളത്. 3 സ്റ്റാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് കത്തിയുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മള് ലൈറ്റ് ഇട്ടുള്ള ഒരു ഭാഗമാണ്. പല ലൈറ്റുകളിൽ നമുക്ക് കത്തിച്ച് നോക്കാം. ഇതിപ്പോ വൈറ്റ് ആണ് ഇട്ടണത്.
ഇത് മരപ്പൊത്തിലിരിക്കുന്ന ഒരു കിളി കുഞ്ഞി തത്ത അല്ലെങ്കിൽ എന്തായാലും അഴമ്പല അങ്ങനെ അത് മൂവാവോ അത് ഇളകോ അങ്ങനെ തല ഇല്ല അതിപ്പോ നമ്മൾ ഇളക്കിയ കാരണമാണ് ഇത് നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഇപ്പൊ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലേ? ഫ്രെയിം ചെയ്തതാണ് ഇത് സ്കെച്ചൊക്കെ ആരാ വരച്ചത്? സ്കെച്ചൊക്കെ വൈഫാണ് വരച്ചത്. വൈഫ് വരയ്ക്കൂല്ലേ? ആ വരയ്ക്കും. കളറൊക്കെ കൊടുത്ത് മോനാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ആർക്കാണെങ്കിലും ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോൾ അധികം 2 ചിരട്ട മോൾ ഭാഗം ഇത്തിരി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം. എക്സ് കൊണ്ട് കട്ട് ചെയ്യണം. അതാണ് നമ്മൾ വെട്ടൊത്തി കൊണ്ടൊന്നും കട്ട് ചെയ്ത് ശരിയല്ലേ. എക്സ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ വേറൊരു ചിരട്ടയുടെ ഒരു ഓപ്പോസിറ്റ് ഭാഗം എടുത്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. വീടുകളിലൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഇത് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. ഡ്രിൽ മെഷീനിലൊക്കെ ഡ്രില്ലൊക്കെ അടിച്ച് ഉപയോഗിച്ചിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. ലേറ്റസ്റ്റ് വർക്ക് ഇതായിട്ടൊരു അഷ്ടഗണപതി ആലില ഗണപതി എന്ന് പറയാം. ഇതാണ് പുതിയതായിട്ട് ചെയ്തത്. 8 ചിരട്ട പീസ് കൊണ്ട് ആലില ഷേപ്പിൽ അഷ്ടഗണപതി എന്ന് പറയാം, ആലില ഗണപതി എന്ന് പറയാം. ഇതാണ് പുതിയ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രെയിം തടിയാണ്, പ്ലാവ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പ്ലാവിൻ്റെ ഫ്രെയിമാണ്. ഗണപതി ഉൾച്ചിരട്ടയിൽ ഉണ്ടാക്കിയാണ്. എന്തായാലും വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര പച്ചപ്പായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. ഒരു അറ്റ്മോസ്ഫിയർ വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ? നന്നായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. ഒരുപാട് ചെടികളൊക്കെ നോക്കിയിട്ട് അതിന്റെ മുകളിലൊരു ഏറുമാടന്ന് പിള്ളേർക്ക് കളിക്കാൻ ഇതാണ് സുജിലിന്റെ സപ്പോർട്ടായി നിൽക്കുന്ന ഫാമിലി അല്ലേ? ഇത് ഭാര്യ, ഇത് താഴെയുള്ള മകൻ, ഇത് മൂത്ത അല്ലേ? ഇതൊക്കെ നമ്മുടെ ജോലിക്ക് വേണ്ടിട്ട് എല്ലാവരും സുജിനെ ചെയ്യല് ചേച്ചിക്ക് അതായത് സന്തോഷമല്ലേ? ഹാപ്പിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. സുജിലിന്റെ വർക്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവർക്കും എത്തിക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.